കാര്യങ്ങളും അൻവറെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ UDF മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പ് രംഗത്ത് വിലപേശലുമായി വരുന്നത് ആരോഗ്യകരമായ ഒരു പ്രവണതയല്ല എന്ന് VM സുധീരൻ പ്രതികരിച്ചു. നിലമ്പൂരിലെ വിജയം UDFന്റെ തിരിച്ചുവരവിനുള്ള ചവിട്ടുപടിയാകുമെന്നും VM സുധീരൻ പറഞ്ഞു. അത് ഈ വക പ്രശ്നങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് വിധിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ഘടകമാണെന്ന് കരുതുന്നില്ല. അതൊക്കെ അതിൻ്റെ പാർശ്വ തലങ്ങളിലൊക്കെ ചർച്ച നടക്കും. അതിൻ്റേതായ രീതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പും വരുമ്പോഴും കുറേ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഉണ്ടായി, ചേലക്കര തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഉണ്ടായി. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുന്ന ചില പ്രത്യേകതകൾ മാത്രമാണ്. കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമാണ് കേട്ടത്. ഇതിനകത്ത് ലീഗ് എടുത്തിരിക്കുന്ന നിലപാട് കോൺഗ്രസിന് അനുകൂലിച്ചുള്ള നിലപാടായിരിക്കും ലീഗ് കടക്കുക എന്ന് PMA സലാം വ്യക്തമാക്കുന്നു. കോൺഗ്രസിൽ വ്യത്യസ്തമായൊരു അഭിപ്രായമുണ്ടോ? അതായത് അൻവറിനെ UDF പ്രവേശനം അനുകൂലിക്കുന്ന നേതാക്കന്മാർ ഏത് തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നു എന്നുള്ളതൊക്കെയുണ്ട്. ഏതായാലും UDFനൊപ്പം നിൽക്കുക, അൻവർ ആ സമ്മർദ്ദതന്ത്രം വെടിയുക, അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരു അനുകൂലമായ നിലപാടുണ്ടാകാം എന്നുള്ളൊരു തരത്തിലുള്ള പ്രതികരണമാണ് ഒട്ടുമിക്ക നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ലീഗ് ഏതായാലും കൈവിട്ടിരിക്കുന്നു അൻവറിനെ എന്നുള്ളതിൽ തർക്കമില്ല. CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, അൻവറിന് ഇനിയും ആലോചിക്കാനും തീരുമാനിക്കാനും പറയാനുമുള്ള ഒരു സമയം കൊടുക്കുന്നു. അതാണോ ഈ കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നതിനർത്ഥം? ലീഗും വ്യക്തമാക്കുന്നത് ആ നിലപാടാണോ? എപ്പോഴത്തേക്ക് ഇനി അൻവർ ഇതിന് ശേഷം എന്തെങ്കിലും പ്രതികരണം നടത്തിയോ, മാധ്യമങ്ങളെ കാണുകയോ മറ്റോ ഉണ്ടായോ? അപർണ, ചോദ്യം ആവർത്തിക്കാമോ? അനുമോദ്, അൻവർ ഇതിന് ശേഷം ഈ വലിയ വിമർശനത്തിന് ശേഷം പിന്നീട് മാധ്യമങ്ങളെ കാണുകയുണ്ടായോ? അൻവർ ആലോചിച്ച് UDFന് നിലപാടിനൊപ്പം നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകൂ എന്ന് വ്യക്തമാക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും തന്നെ. ലീഗും അത് തന്നെയാണല്ലോ വ്യക്തമാക്കുന്നത്, അല്ലേ? തീർച്ചയായും അപർണ, ഇനി ഇക്കാര്യത്തിൽ അൻവറിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രതികരണത്തിന് സാധ്യത കുറവാണ്. കാരണം അൻവറിന്റെ ഇന്ന് രാവിലത്തെ വാർത്താ സമ്മേളനം നടത്തിയ പരാമർശങ്ങളോട് ലീഗിന്റെയും അതേപോലെ തന്നെ UDFന്റെയും കോൺഗ്രസിന്റെ UDFന്റെ മൊത്തമായിട്ടുള്ള പ്രതികരണങ്ങൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവ് നിലമ്പൂരിലുണ്ട്. അദ്ദേഹം ഇന്ന് പ്രതികരിക്കാൻ സാധ്യതയില്ല എന്ന തരത്തിലാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അത്തരത്തിൽ അൻവറിന്റെ വിമർശനങ്ങളോട് കടന്നിട്ടുള്ള അതിരൂക്ഷമായ വിമർശനങ്ങളോട് ഇന്നലെ പ്രസ്താവിച്ച അതേ തരത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും UDFന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ ഈ ഘട്ടത്തിൽ പറയേണ്ടതില്ല എന്നൊരു നിലപാടിലാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ. ഒറ്റ സെക്കൻഡ് അനുമോദ്, ഞാൻ വളരെ പെട്ടെന്ന് തിരികെ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണും. ഒരു മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഞാൻ നാളെ മുതൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് സജീവമായിട്ട് തന്നെ ഉണ്ടാകും. UDFനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾക്കാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അൻവറോട് സംസാരിച്ചു, മറ്റ് നേതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അത് രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഇതിനകത്ത് മുന്നണിയിലേക്ക് ഒരു ഘടകകക്ഷി എടുക്കുമ്പോൾ അതിന്റേതായ ചില ഫോർമാലിറ്റീസ് എല്ലാം ഉണ്ട്. അതൊക്കെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യമാണ്. ഡൽഹിയുടെ അനുവാദം തേടണം, മറ്റ് ഘടകകക്ഷിയോട് സംസാരിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ്. അതുകൊണ്ടാണ് അല്പം ഡിലേ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ കാര്യത്തിൽ ഇനി വൈകാതെ ശുഭകരമായൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ എല്ലാവരും തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തണം എന്നുള്ളത് തന്നെയാണ് UDFന്റെ എന്നത്തെയും സമീപനം. ആ സമീപനം അനുസരിച്ചായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കുക. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാട ഷൌക്കത്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക. അതിനാവശ്യമായ അതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. പിന്നെ നമുക്കിപ്പോൾ ഓരോരുത്തർ പറയുന്നതിന് ഞാൻ പത്രസമ്മേളനം നടത്തി മറുപടി പറയുന്നതിന് ഒരു അനൌചിത്യമുണ്ട്. അവസാന വാചകം പറഞ്ഞു, ഏറ്റവും ലളിതമായ കാര്യത്തിലാണ് പറഞ്ഞത്, ഒരു അഹങ്കാരത്തിലല്ല പറഞ്ഞത്. നമുക്ക് അല്ല, അത് വേണ്ട, അത് ആ പറഞ്ഞത് തന്നെ ഇനി വേണ്ട. കൂടുതൽ പ്രതികരിക്കാനില്ല എന്നൊരു നിലപാടിലേക്ക് VD സതീശൻ കടക്കുമ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞതുകൂടി ചേർത്ത് വായിക്കണം. രമേശ് ചെന്നിത്തല പറഞ്ഞത്, ഞാൻ അൻവറിനോടും കോൺഗ്രസ് നേതാക്കന്മാരോടും സംസാരിച്ചു, ഇതിൽ അനുനയപ്പെട്ടു പോകാം എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ VD സതീശന്റെ ഭാഷ, അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അതല്ല
പറയുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കാൻ അതിലേക്ക് വീണ്ടും. അല്ല, അതെല്ലാം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹവുമായിട്ട് ഞങ്ങൾ സംസാരിക്കും. അത് രമ്യമായി പരിഹരിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് എല്ലാവരും, ഇതാ ഞാൻ പറഞ്ഞേ, ഇടതുപക്ഷ മുന്നണിയെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ സമീപനം. അല്ല, അതുകൊണ്ട് ഏതായാലും അത്തരം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് തീർത്ത് ഈ കേരള ജനതയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താനുള്ള ജനങ്ങളുടെ ആഗ്രഹത്തിനാണ് മുൻതൂക്കം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഒരു സ്വരവുമില്ല. ഞങ്ങൾ രണ്ടുപേരുടെ സ്വരം ഒന്ന് തന്നെയാണ്. ഞങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെയും എന്റെയും സ്വരം ഒന്ന് തന്നെയാണ്. രണ്ടുപേരുടെയും അഭിപ്രായം ഒന്ന് തന്നെയാണ്. ഞങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിലൊന്നും ഒരു വ്യത്യാസം. അങ്ങനെയൊന്നുമില്ല. വലിയ പ്രശ്നങ്ങളില്ലാതെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ല, അന്ന് UDF യോഗം കൂടി പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അന്തിമ തീരുമാനം എടുക്കാൻ വേണ്ടി. അതിന്റെ കാരണം എല്ലാ ഘടകകക്ഷികളോടും സംസാരിക്കണം. അത് കഴിഞ്ഞിട്ട് ഡൽഹിയിൽ സംസാരിക്കണം. കാരണം അദ്ദേഹം ഒരു നാഷണൽ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്, തൃണമൂൽ കോൺഗ്രസ്. അപ്പൊ അതിന് ദേശീയ പാർട്ടിയായ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ അനുവാദം വാങ്ങണം. അങ്ങനെയുള്ള ചില ഫോർമാലിറ്റീസ് ഉള്ളത് കൊണ്ടാണ് ഇതിനല്പം കാലതാമസം ഉണ്ടായത് എന്നുള്ളതാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. അല്ലാണ്ട് അതിനകത്ത് പ്രതിപക്ഷ നേതാവ് വ്യക്തിപരമായി ഒരു നിഷ്ഠക്കേടും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. അതിന്റേതായ ഒരു കാലതാമസം ഉണ്ടാകും സ്വാഭാവികമായി. അതിപ്പോ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ചില കാര്യങ്ങളിൽ അങ്ങനെ കാലതാമസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് VD സതീശനെ അക്കാര്യത്തിൽ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് രമ്യമായി ഈ പ്രശ്നം പരിഹരിക്കുക, അല്ലാണ്ട് നമ്മൾ എഴുതിയിൽ എന്നെ ഒഴിക്കുകയല്ല ആവശ്യം. രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കും. KC വേണുഗോപാലുമായി സംസാരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അദ്ദേഹം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്, കേരളത്തിലുള്ള നേതാവാണ്. അദ്ദേഹവുമായി സംസാരിക്കുന്നതിനകത്ത് എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അതൊന്നും കാര്യമില്ല. കേരളത്തിലെ നേതാവ് തന്നെയല്ലേ KC വേണുഗോപാൽ. അതിൽ തെറ്റൊന്നുമില്ല.